കൂട്ടുകാരെ, അമ്മയും മോനിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ചെറിയ ഐറ്റം ഉണ്ടാക്കുകയാണ്. നമുക്ക് ഭയങ്കര ചൂടാണ്, ഭയങ്കരമായിട്ട് ഈ കിച്ചണിൽ നമുക്ക് രാവിലെ തന്നെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി കഴിയണം. നമുക്ക് അതുപോലെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഞാൻ ഇത്തിരി കപ്പ വാങ്ങി. അപ്പോൾ എൻ്റെ മോനും മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആസാനം കഴിക്കാൻ പറ്റില്ല. ഇച്ചിരി കപ്പയും എല്ലാം കൂടെ ഒന്ന് കഴിക്കുന്നതിലേക്ക് ഒന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് ഓരോരുത്തരും പല രീതിയിലാണ്. ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊന്ന് കഴിച്ച് കാണിച്ചു തരാം. നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ചിരിക്കുകയാണ്. അതിനാവശ്യമുള്ള നമ്മൾ കപ്പ 1 കിലോ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ച് ആ സ്ഥലം ഇങ്ങോട്ട് കാണിച്ച് 1 കിലോ കപ്പ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. 100 രൂപയ്ക്ക് എല്ല് വാങ്ങിയതാണ്, അതും വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ പൊടികൾ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ കറിവേപ്പില. ഇത് പാൻ ചൂടാകാൻ വെച്ചിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. തവി എടുത്തോട്ടെ. എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടിക്കൂട്ട് മസാലക്കൂട്ടെല്ലാം ഇടുക. നമ്മൾ ഈ എല്ലും കപ്പയും എല്ല് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സവാളയൊക്കെ ചേർത്തിട്ടുണ്ട്, സവാളയും പച്ചമുളകും ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തത്. നമുക്ക് ഇട്ടിട്ട് കറിവേപ്പില ഇടാം. എന്നിട്ട് മോൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ ആസദനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത്. നമുക്ക് ഈ പെട്ടെന്നൊരു വീഡിയോ ആണ്. ഇതൊക്കെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ്. നന്നായിട്ട് കഴുകി. ഇപ്പം ചിക്കന് പക്ഷിപ്പനിയാണ്, അതുകൊണ്ട് ചിക്കൻ ഇല്ല. നമുക്ക് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ചിക്കൻ്റെ പക്ഷിപ്പനി കാരണം പിടിച്ചില്ല, അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ചിക്കൻ ഇല്ല. ഇതിട്ട് നമുക്ക് കപ്പ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പിടിക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കഴിക്കില്ല, ഞാൻ ബീഫ് കഴിക്കില്ല. മോനും മൂക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇതൊന്ന് വേവിച്ചത്. മോനെപ്പോഴും കറി വെച്ചാലും മോൻ്റെ വൈഫിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ അമ്മ നല്ലതായിട്ട് കപ്പയും അത് ഇതുപോലെ അല്ലായിരിക്കും, എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ കഴിക്കുന്നത്. നല്ലതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഞാൻ സിമ്മിലായിട്ടിട്ട് ഇപ്പം നല്ല ചൂടാണ്. നമുക്ക് അതിൻ്റെ ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനിടുകയാണേ. കറിവേപ്പില കപ്പയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മുടെ
എല്ലും കപ്പയും റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ചിക്കനായിട്ട് കൊള്ളില്ല കേട്ടോ, കപ്പയെല്ലും വേവിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓക്കെ, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹായ്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായി കാണണം, ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യരുത്. എല്ലാവരും ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.